വെൽക്കം ടു വർക്ക് ബുക്ക് PSC. 151 കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വിമുക്തി. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വിമുക്തി. 152 ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. 153 കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. 154 സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. 155 ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. 156 ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജി. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജി. 157 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 158 കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആലപ്പുഴ. 159 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. 160 കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല വയനാട്. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല വയനാട്. 161 ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ലാഭം. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ലാഭം. 162 അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. 163 തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. 164 ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ BR അംബേദ്കർ. 165 കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത്? ഇക്കോ ടൂറിസം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത്? ഇക്കോ ടൂറിസം. 166 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. 167 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 168 ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. 169 കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. 170 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഇന്തോനേഷ്യ. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഇന്തോനേഷ്യ. 171
അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 172 ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. 173 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. 174 കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? കോതമംഗലം. കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? കോതമംഗലം. 175 അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. 176 വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? നമ്പൂതിരി സമുദായം. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? നമ്പൂതിരി സമുദായം. 177 ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. 178 ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം? കാറ്റിൻ്റെ ദിശാമാറ്റം. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം? കാറ്റിൻ്റെ ദിശാമാറ്റം. 179 കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം? രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം? രാജ്യസമാചാരം. 150 ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? IPL. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? IPL. 181 രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ. 182 ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 183 കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ. 184 ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്. 185 വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചതാര്? അലക്സാൻഡ്രോ വോൾട്ട. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചതാര്? അലക്സാൻഡ്രോ വോൾട്ട. 186 വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്? ആംപിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്? ആംപിയർ. 187 ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? 11 കിലോ വോൾട്ട്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? 11 kV. 188 വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. 189 വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. 190 ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കാനുപയോഗിക്കുന്ന ലോഹം? ടങ്സ്റ്റൺ. ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് നിർമ്മിക്കാനുപയോഗിക്കുന്ന ലോഹം? ടങ്സ്റ്റൺ.
191 ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട്. 192 കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ്? ഇടുക്കി. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ്? ഇടുക്കി. 193 കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. 194 നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? രുദ്രസാഗർ തടാകം. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? രുദ്രസാഗർ തടാകം. 195 അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ശിലാവൽക്കരണം. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ശിലാവൽക്കരണം. 196 ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. 197 സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. 198 ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷൻ. 199 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ വെച്ച്? ബോൾഗാട്ടി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ വെച്ച്? ബോൾഗാട്ടി. 200 മനുഷ്യരിൽ മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? ട്രിപ്സിൻ. മനുഷ്യരിൽ മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? ട്രിപ്സിൻ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഹൈപ്പ് വർക്ക് ബുക്ക് PSC.